ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ. എല്ലാ പരീക്ഷകൾക്കും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻഫോർമൽ ലെറ്റർ അഥവാ ഫ്രണ്ട്ലി ലെറ്റർ എന്നത്. 6 മാർക്കിന് ചോദിക്കുന്ന ഈ ചോദ്യം വളരെ എളുപ്പത്തിൽ ഉത്തരമെഴുതി നമുക്ക് മുഴുവൻ മാർക്കും നേടാൻ സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ പറയുന്ന രീതിയിൽ എഴുതുക എന്നുള്ളതാണ്. ചോദ്യം ഏത് തന്നെയാണെങ്കിലും ഈ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഉത്തരമെഴുതി മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇൻഫോർമൽ ലെറ്റർ ആണ് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഫ്രം അഡ്രസ്, ടു അഡ്രസ്, ഡേറ്റ് എന്നിവയൊന്നും ആവശ്യമില്ല. ഒരു ലെറ്റർ ബോക്സ് വരച്ചതിന് ശേഷം നമുക്ക് എഴുതി തുടങ്ങാം. ഹായ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെയാണോ കത്തിലൂടെ അഭിസംബോധന ചെയ്യുന്നത്, ആർക്കാണോ കത്തെഴുതുന്നത്, അയാളുടെ പേരാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്. പിന്നീട് ഒരു വേർഡ് മുന്നോട്ട് കയറ്റി നമുക്ക് പാരഗ്രാഫ് ഇൻഫോർമൽ സ്റ്റൈലിൽ എഴുതി തുടങ്ങാം. ഐ ഗോട്ട് യുവർ ലെറ്റർ ആൻഡ് ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. എനിക്ക് നിന്റെ കത്ത് ലഭിച്ചു, ഞാൻ നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. ഹൗ ആർ ദ തിങ്സ് വിത്ത് യു? എന്തൊക്കെയുണ്ട് നിന്റെ കാര്യങ്ങൾ? ഹൗസ് യുവർ ജോബ്, ഫാമിലി, ഹെൽത്ത് എന്നും നമുക്ക് ചോദിക്കാം. അവിടെ നിന്റെ ജോലി എങ്ങനെയുണ്ട്, കുടുംബം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യം എങ്ങനെയുണ്ട്, ഏതെങ്കിലും ഒന്ന് നമുക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. ഐ ആം ഡൂയിങ് ഫൈൻ ഹിയർ. എനിക്കിവിടെ സുഖം തന്നെയാണ്, നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ്. ഐ വാണ്ടഡ് ടു റൈറ്റ് ടു യു, ഷെയർ സംതിങ്. ഐ വാണ്ടഡ് ടു റൈറ്റ് ടു യു, ഞാൻ നിനക്ക് കത്തെഴുതാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ്? ടു ഷെയർ സംതിങ്, ചില കാര്യങ്ങൾ നിന്നോട് പങ്കുവെക്കാനാണ്. ആൻഡ് ടു താങ്ക് യു, കൂടാതെ നിന്നോട് നന്ദി അറിയിക്കാനുമാണ്. ഫോർ ദ ഗുഡ് തിങ്സ് യു ഹാവ് ഡൺ, നീ ചെയ്തു തന്നിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ നന്ദി അറിയിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ലെറ്റർ എഴുതുന്നത്. അതിനുശേഷം ഞാൻ അവിടെ ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് ആർക്കാണോ കത്തെഴുതുന്നത് അയാളെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി ചേർക്കാവുന്നതാണ്. ഇനി അറിയില്ല എങ്കിൽ ഒന്നും എഴുതണ്ട, നേരെ അടുത്ത സെന്റൻസ് മുതൽ എഴുതി തുടങ്ങാം. യു ഹാവ് ബീൻ സച്ച് എ പോസിറ്റീവ് ഇൻഫ്ലുവൻസ്. യുവർ കൈൻഡ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ് have really made a difference in our lives. You have such a positive influence. നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സ്വാധീനമാണ് എന്നിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ കൈൻഡ് ആയിട്ടുള്ള വേർഡ്സ്, ദയാപൂർവമുള്ള വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തികളും ശരിക്കും ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഐ ആം സോ ഹാപ്പി ദർ ആർ പീപ്പിൾ ലൈക്ക് യു ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്ത് നിങ്ങളെ പോലെയുള്ള ഒരുപാട് പേരുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ആദ്യത്തെ പാരഗ്രാഫ് എഴുതി. അപ്പൊ സാധാരണ ഒരു ലെറ്ററിന് 3 പാരഗ്രാഫുകൾ എഴുതണമെന്നാണ്. എന്നാൽ ഇൻഫോർമൽ ലെറ്ററിന് 2 പാരഗ്രാഫുകൾ മതി. അപ്പോൾ ആദ്യത്തെ പ്രധാന പാരഗ്രാഫ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഈ ലെറ്ററിന്റെ കൺക്ലൂഷൻ ആണ് നമുക്ക് എഴുതാനുള്ളത്, രണ്ടാമത്തെ പാരഗ്രാഫ്. ഇൻഫോർമൽ സ്റ്റൈലിൽ തന്നെ ഒരു 1 വേർഡ് ഗ്യാപ്പ് ഇട്ട് മുന്നോട്ട് നമുക്ക് അടുത്ത പാരഗ്രാഫ് എഴുതി തുടങ്ങാം. കൺഗ്രാറ്റ്സ് ഓൺ എവറിത്തിങ് യു ഹാവ് അച്ചീവ്ഡ് സോ ഫാർ. നിങ്ങളുടെ നേട്ടത്തിന് ഞാൻ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു എന്നാണ്. കീപ് അപ്പ് ദ അമേസിംഗ് വർക്ക്, യു ആർ ട്രൂലി ഇൻസ്പയറിംഗ്. നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അമേസിംഗ് ആയിട്ട് വർക്ക് അത് നിങ്ങൾ തുടരുക. നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ്. നമ്മുടെ ഇവിടെ ലെറ്റർ അവസാനിപ്പിക്കുന്നു, ഫുൾ സ്റ്റോപ്പ്. ഇനി ക്ലോസിംഗ് സെന്റൻസ് എഴുതുന്നു. ലുക്കിംഗ് ഫോർവേഡ് ടു സീ യു സംഡേ. ഒരിക്കൽ നിങ്ങളെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് നമ്മൾ എഴുതുന്നു. ടേക്ക് കെയർ യുവർസെൽസ്, അല്ലെ? നിങ്ങൾ സുഖമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് താഴെ നമ്മൾ കത്തെഴുതിയ വ്യക്തിയുടെ പേര് എഴുതുന്നു. ഇത്രയും എഴുതിയാൽ ഇൻഫോർമൽ സ്റ്റൈലിലുള്ള ഒരു ലെറ്ററായി നമുക്ക് 6 മാർക്ക് നേടാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങളുടെ കമന്റ് താഴെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കുക. പുതിയ ഒരു അധ്യായവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ.